കേക്ക് ബേക്കായി എന്ന് നമുക്ക് അറിയാനായി പറ്റും. സ്റ്റിക്കിലൊന്നും എവിടെ ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നമുക്കിവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 10 മിനിറ്റ്സ് കൂടി മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഗ്യാസ് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ്സ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുത്തി കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതാ ക്യാരറ്റ് പുഡിംഗ് കേക്കും ഇവിടെ കുത്തി കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാ എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. രണ്ട് കേക്കും പെർഫെക്റ്റായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം കേട്ടോ. ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഞാനിതവിടെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈ ലിഡ് ഒന്ന് അടച്ചു വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലിഡ് ഇതാ കണ്ടാൽ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. അതാ കാണാനായി പറ്റും. ഈ ഹോളിൽ ഇതേപോലെ പേപ്പർ കൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ. അതേപോലെ അടച്ചു വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് അതേപോലെ ഇതാ കണ്ടില്ലേ, ഇതാ ഡോട്ട്സ് പോലെ ആവി വെള്ളം ഇത് അതിലുണ്ട്, മൂടിയിലുണ്ട്, ഈ ലിഡിലുണ്ട്. അത് നമ്മൾ ഇതേപോലെ അടച്ചു വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഹോൾ അടച്ചു വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ആവി വെള്ളം ആ കേക്കിൻ്റെ മുകളിലേക്ക് വീണിട്ട് കേക്ക് മുകളിൽ വെള്ളം പോലെ ആവും കേട്ടോ. കറക്റ്റായി ബേക്കായി വരില്ല. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് പേപ്പർ കൊണ്ടൊന്ന് ഈ ഹോളൊന്ന് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ. ഇതേപോലെ അടച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ ലിഡ് മൂടി വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കേക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. കേക്ക് ടിന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ കേക്ക് ടിന്. പുറത്തേക്ക് എടുത്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഈ പേപ്പറിൽ നിന്ന് നമുക്ക് ഈ കേക്കിന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക്. ഇത് ക്യാരറ്റ് പുഡിംഗ് കേക്കാണ്. രണ്ടും എഗ്ലെസ് കേക്കാണ് കേട്ടോ. ഞാനിതവിടെ കണ്ടല്ലോ. ഇത് അതേപോലെ ഒരു ടിഫിൻ പാത്രത്തിൻ്റെ മൂടി ഒന്ന് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ കടായി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം നമ്മുടെ ഈ കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാത്രമോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുകൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഒരു 30 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക, ഗ്യാസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ഗ്യാസ് മാറ്റി കൊടുത്തിട്ട് 10 മിനിറ്റ്സ് കൂടി എക്സ്ട്രാ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും കേക്ക് ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ലെസ് ആണ് കേട്ടോ ഇത് രണ്ടും. ക്യാരറ്റ് പുഡിംഗ് കേക്കും ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും രണ്ടും എഗ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കും കൂടെ നമുക്കൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഘീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ എഗ്ലെസ് ക്യാരറ്റ് പുഡിംഗ് കേക്കും എഗ്ലെസ് ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് തണുത്ത് വരട്ടെ. അല്ലെങ്കിൽ ചൂടോട് കൂടെ ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് 1 kg ക്യാരറ്റ് പുഡിംഗ് കേക്കും ഇത് 1/2 kg ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കുമാണ് കേട്ടോ. ഈ കേക്ക് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലും ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് 1/2 kg ഗ്യാസ് സ്റ്റോപ്പിലും ക്യാരറ്റ് പുഡിംഗ് കേക്ക് ഓവനിലുമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുക്കാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളിത് ബേക്ക് ചെയ്ത് വെച്ച ക്യാരറ്റ് പുഡിംഗ് കേക്കും എഗ്ലെസ് ക്യാരറ്റ് പുഡിംഗ് കേക്കും എഗ്ലെസ് ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ടിന്നിൽ നിന്നും കേക്ക് മോൾഡിൽ നിന്നും നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിതവിടെ ഫോണ്ടന്റ് വെക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അതേപോലെ ഇതവിടെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഈ കേക്ക് മോൾഡിൽ നിന്ന് നമുക്ക് ഈ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. 2 എഗ്ലെസ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനിതവിടെ ബേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അങ്ങനെ ഞാനിതാ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് കേക്ക്. അല്ലെങ്കിൽ നമ്മൾ ചൂടോടെ കൂടെ തന്നെ ഇത് ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ
കേക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ആ പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതാ ഇതേപോലെ കേക്ക് ബേസിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് നമ്മുടെ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം കേട്ടോ. അങ്ങനെതാ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് നമ്മളിത് കേക്ക് മോൾഡിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ്ലെസ് ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കാണ് കേട്ടോ ഇത്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്യാരറ്റ് പുഡിംഗ് കേക്ക് ഉണ്ടാക്കിയ പോലെ മുകളിലേക്ക് ഇതേപോലെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കാഷ്യൂ നട്ട്സ് മാത്രം ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിനെ ഇതിലിട്ട് കൊടുത്തതിനേക്കാൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ക്യാരറ്റ് പുഡിംഗ് കേക്ക് കൂടെ ഒന്ന് ഈ കേക്ക് മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കേക്ക് ടീന് നമുക്ക് ഈ കേക്ക് ബേസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് ബേസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഇങ്ങനെ തട്ടി കൊടുത്ത ശേഷം ഈ ടിന്നൊന്ന് പൊക്കി കൊടുത്താൽ നമുക്ക് ഇതിങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നമ്മളിതാ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ ക്യാരറ്റ് പുഡിംഗ് കേക്കും നമ്മളിവിടെ കേക്ക് ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ തൊട്ട് കാണിച്ചു തരാം, ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചു തരാം കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന്. ഇതാ കാണാൻ വേണ്ടി അറിയാൻ പറ്റും കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായി പറ്റും കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന് നമുക്ക് അറിയാനായി പറ്റും കേട്ടോ. ഇനി ഇത് ക്യാരറ്റ് പുഡിംഗ് കേക്കാണ് കേട്ടോ.